The Gospel according to St. Matthew chapter 15, verse 27. Yes, Lord, yet even the little dogs eat the crumbs which fall from their master's table. കർത്താവേ, നായ്ക്കുട്ടികളും അവരുടെ യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. The Canaanite woman approached Christ with boldness, desperation and unwavering faith. കനാന്യ സ്ത്രീ കർത്താവിൻ്റെ അടുക്കൽ ധൈര്യത്തോടും നുറുങ്ങിയ ഹൃദയത്തോടും ദൃഢവിശ്വാസത്തോടും കൂടിയാണ് വന്നത്. She was not of Israel, yet she knew who Jesus was, the only one who could heal her daughter. അവൾ പുറജാതി സ്ത്രീയായിരുന്നു. എന്നാൽ കർത്താവ് ആരാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവളുടെ മകളെ സൗഖ്യമാക്കുവാൻ വേറെ ആർക്കും പറ്റില്ല എന്ന് ദൃഢവിശ്വാസത്തോടെ കനാന്യ സ്ത്രീ വന്നു. When he tested her faith, she did not retreat in offense, but pressed forward in humility. Yes, Lord, even the little dogs eat the crumbs. നമ്മുടെ കർത്താവ് അവളുടെ വിശ്വാസത്തെ പരീക്ഷിച്ചപ്പോൾ അവൾ വീണ്ടും വിനയത്തോടെ, കർത്താവേ, നായ്ക്കുട്ടികളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. She was content with even the smallest portion of his grace, knowing that a mere crumb from the master's table was enough to bring healing. കനാന്യ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ കൃപയുടെ നുറുക്കുകൾ മതിയായിരുന്നു. കാരണം അവളുടെ വിശ്വാസം യജമാനനായ കർത്താവിൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന കൃപയുടെ നുറുക്കുകൾ മതി അവളുടെ മകളെ സൗഖ്യമാക്കുവാൻ. How often do we come to God with entitlement rather than humility? പലപ്പോഴും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നത് അവകാശം ചോദിച്ചുകൊണ്ടാണ്, വിനയത്തോടല്ല. Do we demand his blessings or trust that his mercy is enough? പലപ്പോഴും കൃപ ചോദിച്ചു വാങ്ങിക്കുന്നത് പോലെയാണ്. പക്ഷേ അവൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ചോദിക്കുവാൻ നമ്മൾ ശീലിക്കണം. This Gentile woman teaches us that true faith is persistent, humble and trusting. യഥാർത്ഥ വിശ്വാസം താഴ്മയുള്ളതാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ്. She did not let rejection, silence or obstacles stop her. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ തള്ളപ്പെട്ടവളും അവൾ നിശബ്ദമാക്കപ്പെട്ടവളും അതോടൊപ്പം അവളുടെ മുൻപിൽ പ്രതിസന്ധികളും ഉണ്ടായിരുന്നിട്ടും അവൾ മാറി നിന്നില്ല. She did not walk away in despair, but clung to Christ with unwavering hope. നിരാശയോടെ ഓടിപ്പോയില്ല, പിന്നെയോ ആശ്രയിച്ചുകൊണ്ട്, പ്രത്യാശ വെച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് വീണ്ടും വീണ്ടും ചെല്ലുകയാണ്. During Lent, we too must come before God with hearts that cry, Yes, Lord. ഈ നോമ്പുകാലം കർത്താവേ എന്ന് നിരന്തരമായി കരയുന്ന ഹൃദയത്തോടെ നമ്മുടെ ദൈവസന്നിധിയിൽ നമുക്ക് വരാം. Even in our unworthiness, his mercy is abundant. നമ്മുടെ ബലഹീനതയിൽ അവൻ്റെ കൃപ നമുക്ക് മതി. അവൻ്റെ കൃപ സമൃദ്ധിയാണ്. അവൻ്റെ കൃപയും ശക്തിയും തെളിഞ്ഞു വരുന്നു. Even the smallest taste of his grace is enough to sustain us. അവൻ്റെ കൃപ മതി നമ്മെ നിലനിർത്തുവാൻ. Let us approach him with faith that never gives up, knowing that he will never turn away a heart that seeks him. അവനെ അന്വേഷിക്കുന്ന ഒരു ഹൃദയത്തെയും കർത്താവ്
വെറുതെ മടക്കി അയക്കുന്നില്ല. അവനെ അന്വേഷിച്ചുകൊണ്ട് നമുക്ക് ഈ നോമ്പുകാലം പ്രയാണം ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.